മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൻ്റെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു കൈപ്പിടി അളവിൽ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അണ്ടിപ്പരിപ്പ് ഈ ഒരു നെയ്യിൽ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്കിത് നെയ്യിൽ നിന്നും കോരി മാറ്റാം. ഈ ഒരു കളറാകുമ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു സെയിം നെയ്യിലേക്ക് തന്നെ കുറച്ച് കിസ്മിസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യിൽ അതും ഒന്ന് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നല്ല പോലെ തന്നെ പൊന്തി വരും. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് നെയ്യിൽ നിന്നും കോരി മാറ്റാം. ഇനി ഒരു സെയിം നെയ്യിലേക്ക് തന്നെ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് റവയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് റവ അല്ലെങ്കിൽ ബൻസി റവ എന്നൊക്കെ എഴുതിയിട്ട് നമുക്ക് കിട്ടും. നുറുക്ക് ഗോതമ്പല്ല, ഇത് ഗോതമ്പ് റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒന്ന് നെയ്യിൽ വഴറ്റിയെടുക്കാനാണ് പോകുന്നത്. 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഗോതമ്പ് റവ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ റവ ഉപയോഗിച്ചും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഗോതമ്പ് റവയാകുമ്പോൾ ഒന്നും കൂടെ കനം കൂടിയതായതുകൊണ്ട് തന്നെ പായസത്തിൽ നമുക്കിങ്ങനെ കടിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഇതാ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് റവ നല്ല പോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കളർ മാറി വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും. ഇതുപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തിളപ്പിച്ച പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പാലിന് പകരം വെള്ളം ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1 കപ്പ് പാലും കൂടെ തന്നെ 1.5 കപ്പ് വെള്ളവുമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് 2.5 കപ്പ് വെള്ളം വേണമെങ്കിലും ഒഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 2.5 കപ്പ് പാല് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ 2.5 കപ്പാണ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. 1/4 കപ്പ് റവയ്ക്ക് ഏകദേശം 2.5 കപ്പ് വെള്ളം അല്ലെങ്കിൽ പാല് ആവശ്യമായിട്ട് വരും. അതിനി ഒന്ന് അടച്ചു വെച്ച് നല്ലപോലെ തന്നെ വേവിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല റവ വെന്ത് വരാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ പാൽ അല്ലെങ്കിൽ വെള്ളം നല്ലപോലെ തന്നെ അബ്സോർബായിട്ട് റവ നല്ലപോലെ കുക്കായിട്ട് വന്നോളും. ഇതിനി ഞാനിവിടെ അടുത്ത അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കാരമൽ ചെയ്തിട്ടാണ് ഞാനിവിടെ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു രീതി കാരമൽ ചെയ്ത് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കാരമൽ ചെയ്യാതെയാണെങ്കിൽ ഡയറക്റ്റ് പഞ്ചസാര ചേർത്താലും മതിയാകും. ഇപ്പോൾ പാനിലിട്ട പഞ്ചസാര അനക്കാതെ വെക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതിൻ്റെ അരികിൽ നിന്നൊക്കെ മെൽട്ടായിട്ട് വരും. ആ ഒരു സമയത്ത് മാത്രം ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ പഞ്ചസാരയൊക്കെ മെൽട്ട് ചെയ്ത ഈ ഒരു പാകത്തിനായി വരും. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മാത്രം ഇത് കുക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് തിളപ്പിച്ച പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുഴുവനായിട്ട് ആദ്യം തന്നെ ചേർക്കുന്നില്ല, കുറച്ച് കുറച്ചായി ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. പാലായതുകൊണ്ട് തന്നെ നമ്മൾ ചൂടായിട്ടുള്ള കാരമലിലേക്ക് ഒഴിക്കുമ്പോൾ പൊന്തി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് പാല് മുഴുവനായിട്ടും തന്നെ ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. കട്ട കെട്ടിയ പോലെയൊക്കെ തോന്നും. പാലൊക്കെ ചൂടായി വരുമ്പോൾ ഇത് പാകത്തിനായി വന്നോളും. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മളുടെ കാരമൽ സിറപ്പ് ഉണ്ടാകുക. ഇതുപോലെ ആയി വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവയുടെ കൂട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനാണ് പോകുന്നത്. റവയ്ക്ക് ഇപ്പം നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇതിലേക്ക് കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടോട്ടലായിട്ട് ഇതിലേക്ക് 1 ലിറ്റർ പാലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് പക്ഷേ ബാച്ചായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ആ ഒരു പാലും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് കൺസിസ്റ്റൻസി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാല് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ടോട്ടലായിട്ട് നമുക്കിതിങ്ങനെ കഴിക്കാൻ പാകത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ പാലിൻ്റെ അടുത്ത് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ ഇവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മധുരം നിങ്ങൾക്ക് നോക്കിയിട്ട് മധുരം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഏകദേശം 2 ടീസ്പൂണോളം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ ഒരു പായസത്തിൽ പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കുമ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് രുചി നല്ലപോലെ തന്നെ കൂടുക. അപ്പോൾ എന്ന് വെച്ചാൽ റവ 2ാം പാലിൽ നല്ലപോലെ തന്നെ വേവിച്ചെടുത്തതിന് ശേഷം ശർക്കര ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് അവസാനം 1ാം പാൽ ചേർത്തിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്.
ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഈ ഒരു പാകത്തിനാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ ചൂടൊക്കെ ആറി വരുമ്പോൾ കുറച്ച് കട്ടിയാവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കൺസിസ്റ്റൻസി റെഡിയാക്കാനായിട്ട് നല്ല തിളച്ച പാൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗോതമ്പ് റവ ഉപയോഗിച്ചിട്ടുള്ള കാരമൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് സമയമൊന്നും വേണ്ട ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട്. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.